കറണ്ട് അഫേഴ്സിൻ്റെ 18/11/2024 9ാമത് സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നും യാതൊരു മാറ്റവുമില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ഒരു പേപ്പർ പെൻ കയ്യിൽ വയ്ക്കുക. നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ റഫായിട്ട് എഴുതി പോവുക. ഒന്നുകൂടി റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ ഹൃദയസ്ഥമായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റൈൽ. ഇനി സമയം കളയുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ ഒന്നാമത്തെ ഫാക്റ്റ്, 9th ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. 9th ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. നാഷണൽ കമ്മീഷൻ ഫോർ വിമനിൻ്റെ 9ാമത് ചെയർപേഴ്സൻ്റെ പേരെന്താണ്? NCW, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. വിജയ കിഷോർ രഹത്കർ. ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ഉൾപ്പെടെ. വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ 9ാമത് ചെയർപേഴ്സൺ. ഇനി വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഫാക്റ്റിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ചില കായിക ഇനങ്ങളെ ഒരു അന്താരാഷ്ട്ര കായിക മേളയിൽ നിന്നും ഒഴിവാക്കിയതാണ് നമ്മളിനി പറയുന്ന ഫാക്റ്റ്. ആ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ ഒന്ന് നമുക്ക് അറിയാം, ഗുസ്തി, അതുപോലെ തന്നെ ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഹോക്കി, ബാഡ്മിൻ്റൺ, സ്ക്വാഷ്, ടി മീൻസ് ടേബിൾ ടെന്നീസ്. ഈ കായിക ഇനങ്ങളെ ഒഴിവാക്കിയ അന്താരാഷ്ട്ര കായിക മേള ഏത്? അതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയുന്നു. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളായ ഗുസ്തി, ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിൻ്റൺ, സ്ക്വാഷ് ആൻഡ് ടി ഈ ഇനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര കായിക മേള ഏത്? ഇതാണ് ചോദ്യം. ഉത്തരം ലളിതമാണ്. 2026 നടക്കുന്ന, ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഈ പറഞ്ഞ കായിക ഇനങ്ങളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആൻസർ വെരി സിമ്പിൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ്, അത് നടക്കുന്നത് ഗ്ലാസ്ഗോയിൽ. ഇത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിൾ. പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ ഫാക്റ്റിലേക്ക്. ഈ ആഴ്ചത്തെ തേർഡ് ഫാക്റ്റ് ഒരു കേന്ദ്ര മന്ത്രിയുടെ പേരാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ആരാണ്? കേന്ദ്ര യുവജന കായിക മന്ത്രി ആര്? ഇതാണ് ചോദ്യം. ഈ ആഴ്ചയിൽ വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക ഫാക്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ആര്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹമാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി. ആ പേര് ഒന്നുകൂടി ഞാൻ പറയുന്നു. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അത് ഞാൻ പറഞ്ഞതുപോലെ നോട്ട് ചെയ്ത് പോവുക, റഫായിട്ട് എഴുതി മുന്നോട്ട് പോവുക. അതായിരിക്കണം ശൈലി. ഇനി നാലാമത്തെ ഫാക്റ്റിലേക്ക്. ഈ കഴിഞ്ഞ ഒക്ടോബർ 24-ന് 24/10/2024 ഭൂമിയുടെ തൊട്ടരികിലൂടെ കടന്നുപോയ ഒരു ചിഹ്നഗ്രഹമുണ്ടായിരുന്നു. അത് വാർത്താ പ്രാധാന്യം നേടിയതുമാണ്. എന്താണ് ആ ചിഹ്നഗ്രഹത്തിൻ്റെ പേര്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഒക്ടോബർ 24-ന് 24/10/2024 ഭൂമിക്ക് തൊട്ടരികിലൂടെ കടന്നുപോയ ചിഹ്നഗ്രഹത്തിൻ്റെ പേരെന്ത്? ചിഹ്നഗ്രഹത്തിൻ്റെ പേര് 2002 NV16 എന്നാണ്. ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2002 NV16 എന്നാണ് ആ ചിഹ്നഗ്രഹത്തിൻ്റെ പേര്. അതാണ് ഭൂമിയുടെ തൊട്ടരികിലൂടെ കടന്നുപോയതായി ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടരികിൽ എന്ന് പറയുമ്പോൾ 45.2 ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ്, ഭൂമിയുടെ അകലെ കൂടിയാണ് ഈ ചിഹ്നഗ്രഹം കടന്നുപോയിട്ടുള്ളത്. ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം 580 ഫീറ്റാണ്. 580 ഫീറ്റ് ആയിരുന്നു ഇതിൻ്റെ വലിപ്പം. ഇതെല്ലാം ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അത് റഫായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഇനി അഞ്ചാമത് ഫാക്റ്റാണ്. ഇതൊരു ഓട്ടൻ തുള്ളൽ കലാകാരൻ്റെ ആദരവുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. 2024 ഒക്ടോബറിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാല ആദരിച്ച ഒരു ഓട്ടൻ തുള്ളൽ കലാകാരനുണ്ടായിരുന്നു. എന്താണ് പേര്? അപ്പോൾ ചോദ്യം ക്ലിയർ. 2024 ഒക്ടോബറിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാല ആദരിച്ച ഒരു ഓട്ടൻ തുള്ളൽ കലാകാരൻ ഉണ്ടായിരുന്നു. പേരെന്ത്? ഇതാണ് ചോദ്യം. ഓട്ടൻതുള്ളൽ കലാകാരൻ്റെ പേര് മണലൂർ ഗോപിനാഥ് എന്നാണ്. അപ്പോൾ മണലൂർ ഗോപിനാഥ് എന്ന ഓട്ടൻതുള്ളൽ കലാകാരനെയാണ്
സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി 2024 ഒക്ടോബറിൽ ആദരിച്ചത്. മണലൂർ ഗോപിനാഥ്, മറക്കണ്ട. ഇനി 6ാമത് ഫാക്റ്റിലേക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബ്രോം സ്റ്റോക്കർ കേൾക്കാത്ത വായനക്കാർ ആരും തന്നെയില്ല. പ്രമുഖ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആയിട്ടുള്ള ബ്രോം സ്റ്റോക്കറുടെ ഒരു നോവൽ ഈ അടുത്ത കാലത്ത് വളരെ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നു. ആ നോവലിൻ്റെ പേരെന്താണ്? കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ബ്രോം സ്റ്റോക്കറുടെ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഡ്രാക്കുള മുതലായ വളരെ പേടിപ്പെടുത്തുന്ന ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായ ബ്രോം സ്റ്റോക്കറുടെ പുറത്ത് വന്ന അടുത്തിടെ പുറത്തു വന്ന ഒരു നോവലുണ്ടായിരുന്നു. ആ നോവലിൻ്റെ പേരെന്താണ്? ആ പ്രേതകഥയുടെ പേര് ഗിബറ്റ് ഹിൽ എന്നാണ്. നിങ്ങൾക്ക് കാണാം, സ്പെല്ലിംഗ് കാണാൻ കഴിയും. ഗിബറ്റ് ഹിൽ എന്നാണ് ബ്രോം സ്റ്റോക്കറുടെ പുതിയ പ്രേതകഥയുടെ പേര്. ഗിബറ്റ് ഹിൽ കാണാം. ഇനി വളരെ രസകരമായ മറ്റൊരു ഫാക്റ്റിലേക്ക്. 7ാമത് ഫാക്റ്റ്. ഡ്രോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളെല്ലാം വിശദമായി കേട്ടിട്ടുണ്ട്. യുദ്ധത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു മറ്റൊരു ഉപയോഗം. ഡ്രോൺ ഉപയോഗിച്ച് കത്തുകളും മറ്റ് തപാലുരുപ്പടികളും യഥാവിധി മേൽവിലാസക്കാരന് എത്തിക്കുന്ന ഒരു പദ്ധതി ഒരു സംസ്ഥാനം ആവിഷ്കരിച്ചിരിക്കുന്നു. ഏതാണ് ആ സംസ്ഥാനം? ഇതാണ് ചോദ്യം. സിമ്പിളാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയുന്നു. ഡ്രോൺ ഉപയോഗിച്ച് തപാൽ ഉരുപ്പടികളും കത്തുകളും കൊണ്ടുപോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ച ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? പേര് മറ്റൊന്നുമല്ല, അരുണാചൽ പ്രദേശാണ് ഡ്രോൺ ഉപയോഗിച്ച് തപാലുരുപ്പടികൾ വിതരണം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അരുണാചൽ പ്രദേശ്, മറക്കണ്ട, ഒന്ന് നോട്ട് ചെയ്ത് പൊയ്ക്കോളൂ. ഇനി 8ാമത് ഒരു സ്പോർട്സ് ഈവൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മാച്ചിൽ അതിൻ്റെ ജേതാവാര്? ഇക്കുറി ജേതാവാര്? അതാണ് ചോദ്യം. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവ് നമുക്കറിയാം, ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയെ 32 റൺസിനാണ് ന്യൂസിലൻഡ് പരാജയപ്പെടുത്തി 2020 വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ചൂടിയിട്ടുള്ളത്. ഈ ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പോവുക. ചോദ്യവും ഉത്തരവും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ വർഷത്തെ 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ന്യൂസിലാൻഡ്, പരാജയപ്പെടുത്തിയ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന്. ഇത് ഓർത്ത് നോട്ട് ചെയ്ത് റഫായിട്ട് എഴുതി മുന്നോട്ട് പോകാം. ഓക്കെ, ഇത് ശൂന്യാകാശ പര്യവേഷവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫാക്ട് നമ്പർ 9. ചന്ദ്രയാൻ 4 നമുക്കറിയാം. ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? ചന്ദ്രയാൻ 4ൻ്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 4 മിഷൻ തുടങ്ങിയത്? അതാണ് ചോദ്യം. ചന്ദ്രനിലെ മണ്ണ്, ആ മണ്ണിന് പ്രത്യേക പേരുണ്ട്. ആ മണ്ണിൻ്റെ പേര് റിഗോലിത്ത് എന്നാണ് ശാസ്ത്രകാരന്മാർ അതിനെ വിളിക്കുന്നത്. ചന്ദ്രനിലെ മണ്ണായ റിഗോലിത്തിനെ ഭൂമിയിലെത്തിക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല. അത് നോട്ട് ചെയ്ത് പോവുക. ഇനി ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആകട്ടെ, 10ാമത് ഫാക്റ്റ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ആര്? സിമ്പിളായ ചോദ്യമാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആര്? ചോദ്യം. ഉത്തരം ഡോക്ടർ ജിനു സക്കറിയ. ഡോക്ടർ ജിനു സക്കറിയ ആണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ഈ പോയ വാരം ചുമതല ഏറ്റത്. ഡോക്ടർ ജിനു സക്കറിയ, ഓർത്തു വയ്ക്കുക, ജിനു സക്കറിയ. ഇനി 11ാമത് ഒരു രസകരമായ ഫാക്റ്റാണ്. നമ്മുടെ കരളിൻ്റെ സംരക്ഷണത്തിനായി ഒരു വസ്തുവിനെ കടൽ പായലിൽ നിന്നും ശാസ്ത്രകാരന്മാർ ഇപ്പോൾ വേർതിരിച്ചിട്ടുണ്ട്. ചോദ്യം ക്ലിയറാണ്. കരൾ സംരക്ഷണത്തിനായി കടൽ പായലിൽ നിന്നും വേർതിരിച്ച വസ്തുവിൻ്റെ പേരെന്ത്? ഗ്രിൻടെക്സ് എന്നാണ് ആ വസ്തുവിൻ്റെ പേര്. ആ വസ്തുവിൻ്റെ പേര് ഓർത്തു വയ്ക്കുക, ഗ്രിൻടെക്സ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരാണ് ഈ ഒരു ഗവേഷണം നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രമാണ് കടൽ പായലിൽ നിന്നും കരൾ സംരക്ഷണത്തിനുള്ള ഗ്രിൻടെക്സ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം കടൽ പായലിൽ നിന്നും വികസിപ്പിച്ചെടുത്ത കരൾ സംരക്ഷണത്തിനായിട്ടുള്ള വസ്തുവിൻ്റെ പേരാണ് ഗ്രിൻടെക്സ്. മനസ്സിലായല്ലോ? ഓക്കെ, ടു ദ നെക്സ്റ്റ് ഫാക്ട്. ഇനി ഫാക്ട് നമ്പർ 12 ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമായിരുന്നു. ഒരു റവന്യൂ വകുപ്പിൻ്റെ ഒരു പദ്ധതിയുടെ പേരാണ്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഭൂരേഖാ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സംയോജിത പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ പേരെന്താണ്? മനസ്സിലായല്ലോ?
ഡിജിറ്റൽ സർവേ ഇപ്പോൾ കേരളത്തിൽ പുരോഗമിച്ചു വരുന്ന കാര്യം നമുക്കറിയാം. ഡിജിറ്റൽ സർവേ, ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പുരോഗമിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായി ഭൂവിവരങ്ങൾ ഒരൊറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കാൻ റവന്യൂ വകുപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പോർട്ടലിൻ്റെ, സംയോജിത പോർട്ടലിൻ്റെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ആ പോർട്ടലിൻ്റെ പേര് എൻ്റെ ഭൂമി എന്നാണ്. ഞാൻ നേരത്തെ തന്നെ നമ്മളൊക്കെ 2 വട്ടം ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. അത്ര പ്രാധാന്യമുണ്ട്. ഈ ആഴ്ച വാർത്തകളിൽ വീണ്ടും ഇടം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എൻ്റെ ഭൂമി എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള ഭൂവിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകുന്ന ഒരു സംയോജിത പോർട്ടലാണ് എൻ്റെ ഭൂമി, മറക്കണ്ട. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ പദ്ധതിയെ സംബന്ധിച്ചാണ് ഫാക്ട് നമ്പർ 13 നമ്മൾ പറയുന്നത്. ഒരു ഓൺലൈൻ പദ്ധതിയെ സംബന്ധിച്ച് തന്നെയാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ വിവിധങ്ങളായ ഓൺലൈൻ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ ഓൺലൈൻ പോർട്ടലുകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് പേരുണ്ട്. ആ പേരെന്താണ്? നിങ്ങൾ കാണാം, ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ. അത് 2 വട്ടം ഉരുവിട്ട് പഠിച്ചു വയ്ക്കുക. ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ എന്നാണ് വിവിധ ഓൺലൈൻ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ, മറക്കണ്ട. ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 2 വട്ടം എഴുതി പോവുക, ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ. ഇനി ഗതാഗത വകുപ്പിൻ്റെ പുതിയൊരു ആപ്പ്, മൊബൈൽ ആപ്പ് സംബന്ധിച്ചാണ് 14ാമത് ഫാക്ട് നമ്പർ 14. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ രസകരമാണ്. പൊതുജനങ്ങൾക്ക് യാത്രാ സംവിധാനങ്ങളെക്കുറിച്ചും KSRTC-യെക്കുറിച്ചും പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ ഒരു മൊബൈൽ ആപ്പ് സർക്കാർ അല്ലെങ്കിൽ വകുപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ആ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ജനങ്ങൾക്ക് പരാതികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത്? ഇതാണ് ചോദ്യം. സിമ്പിളാണ്. എന്താണ് ആപ്പിൻ്റെ പേര്? സിറ്റിസൺ സെന്റിനൽ എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൻ്റെ പേര് ഒന്നുകൂടി പറയുക, സിറ്റിസൺ സെന്റിനൽ എന്നാണ് ആപ്പിൻ്റെ പേര്. പൊതുജനങ്ങൾക്ക് ഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള പരാതികൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് സിറ്റിസൺ സെന്റിനൽ. ഓർത്ത് വയ്ക്കൂ, സിറ്റിസൺ സെന്റിനൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ഫാക്റ്റിലേക്ക്. ഇനി ഫാക്ട് നമ്പർ 15 ആണ്. ഫാക്ട് നമ്പർ 15 വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ലഡാക്ക് നമുക്കറിയാം. ലഡാക്കിൻ്റെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം ആരംഭിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനുണ്ട്. ചോദ്യം ഒന്നുകൂടി പറയാം. ലഡാക്കിൻ്റെ സ്വയംഭരണ അവകാശത്തിനു വേണ്ടി ന്യൂഡൽഹിയിൽ നിരാഹാര സമരം ആരംഭിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനുണ്ട്. പേരെന്ത്? ഇതാണ് ചോദ്യം. എന്താ പേര്? സോനം വാങ്ചുക്കാണ് ലഡാക്കിൻ്റെ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. അത് 2 വട്ടം റഫായിട്ട് എഴുതി ഇപ്പോൾ തൽക്കാലം പോവുക. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 16 ആണ്. മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാലമാണ്. നിരവധി ആപ്ലിക്കേഷൻസാണ് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് സർക്കാരും മറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് മറ്റൊരു ആപ്ലിക്കേഷൻ. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേര് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും, ശൈലി എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ജീവിതശൈലി രോഗനിർണയത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ശൈലി. കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റേണ്ട കാര്യമില്ല, മറക്കേണ്ട കാര്യവുമില്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്പ് ശൈലി. ഇനി ഫാക്ട് നമ്പർ 17 വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ ആഴ്ചയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു. രഹിതർക്ക് സ്വന്തം ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി. ഭവനരഹിതർക്ക്, വീടില്ലാത്തവർക്ക് ഭവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്ത്? അത് നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ഫാക്റ്റ് ആയതുകൊണ്ട് വളരെ ആൾക്കാർക്ക് അത് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയാം.
പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന PMAY, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ആണ് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 18 ഇത് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. വളരെ പ്രധാനമാണ്, കാലികമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും മെറ്റയുമായിട്ട് സംയുക്തമായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 2 പേരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് പ്ലസ് മെറ്റ. കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് പ്ലസ് മെറ്റ 2 പേരും ചേർന്നിട്ട് ഇതിനു വേണ്ടി ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. അതിൻ്റെ പേരെന്താണ്? പദ്ധതിയുടെ പേര് സ്കാം സേ ബച്ചാവ്. സ്കാം സേ ബച്ചാവ് എന്നാണ് പദ്ധതിയുടെ പേര്. നിങ്ങൾക്ക് കാണാം, വായിക്കാൻ കഴിയും. സ്കാം സേ ബച്ചാവ് 2 പേര് ചേർന്നിട്ടാണ്, സെൻട്രൽ ഗവൺമെൻറ് പ്ലസ് മെറ്റ. എന്തിനാണ്? ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട്. സ്കാം സേ ബച്ചാവ്. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 19 ഇതൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ വർഷത്തെ 2024 പ്രഥമ KK പൈങ്കി മാസ്റ്റർ പുരസ്കാര ജേതാവാര്. പ്രഥമ പുരസ്കാരമാണ്, ആദ്യമായിട്ടാണ്. പുരസ്കാരത്തിൻ്റെ പേര് KK പൈങ്കി മാസ്റ്റർ പുരസ്കാര ജേതാവാര്. അത് മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ VS അച്യുതാനന്ദനാണ് ഈ KK പൈങ്കി മാസ്റ്ററിൻ്റെ പ്രഥമ പുരസ്കാര ജേതാവായിട്ടുള്ളത്. അത് മനസ്സിലായിട്ടുണ്ടല്ലോ. KK പൈങ്കി മാസ്റ്റർ സ്മാരക പുരസ്കാര ജേതാവാര് VS അച്യുതാനന്ദൻ. ഈ ഫാക്റ്റ് മറക്കണ്ട. ഇനി ഫാക്ട് നമ്പർ 20 വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ബോട്ട് യാത്രാവേളയിൽ വായനാ സൗകര്യം യാത്രക്കാർക്കൊരുക്കുന്ന ഒരു കേരള സർക്കാരിൻ്റെ പദ്ധതി വന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? വളരെ രസകരമല്ലേ? ബോട്ട് യാത്രയിലെ സമയം ഉപയോഗപ്രദമായി വായനയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. ആ പദ്ധതിക്ക് പേരെന്ത്? അതാണ് ചോദ്യം. അത് ബോട്ട് യാത്രയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അതുകൊണ്ട് മറക്കേണ്ട കാര്യമില്ല. പുസ്തകത്തോണി എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്, പുസ്തകത്തോണി. അപ്പോൾ ബോട്ട് യാത്രയിൽ വായനാ സൗകര്യം യാത്രക്കാർക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. മറക്കണ്ട. ഓക്കെ, രസകരമല്ലേ? ഇനി ഫാക്ട് നമ്പർ 21 ഇതൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ്. ഫാക്ട് നമ്പർ 21 ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുണ്ട്. എന്താണ് സമിതിയുടെ പേര്? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ കേളപ്പജി പുരസ്കാര ജേതാവാര്. ചോദ്യം ഒന്നുകൂടി പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ കേളപ്പജി പുരസ്കാര ജേതാവിൻ്റെ പേരെന്ത്? എന്താണ് പേര്? അത് മാതൃഭൂമിയുടെ ചെയർമാനായിട്ടുള്ള PV ചന്ദ്രൻ. PV ചന്ദ്രനാണ് കേളപ്പജി പുരസ്കാരം ഈ വർഷം നേടിയിട്ടുള്ളത്. കേളപ്പജി പുരസ്കാരം PV ചന്ദ്രൻ. മറക്കണ്ട, കേളപ്പജി പുരസ്കാരം PV ചന്ദ്രൻ. ഓക്കെ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 22 ഇത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടി സംബന്ധിച്ച് തന്നെയാണ്. ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ കണ്ടക്ട് ചെയ്തത് ഇവിടെ റഷ്യയിലെ കസാനിൽ. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റഷ്യയിലെ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റായി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. തുടക്കത്തിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നത് ബ്രസീൽ, നമുക്കറിയാം. പിന്നെ റഷ്യയിലാണ് ഇപ്പോൾ നടന്നത്, അതുകൊണ്ട് റഷ്യ. പിന്നെ നമ്മളുണ്ട്, ഇന്ത്യ, അതുപോലെ ചൈന, പിന്നെ ദക്ഷിണാഫ്രിക്ക. ഇത്രയും രാജ്യങ്ങളാണ് തുടക്കത്തിൽ ബ്രിക്സ് കൂട്ടായ്മയിലുണ്ടായിരുന്നത്. പിന്നീടാണ് അത് വിപുലീകരിക്കപ്പെട്ടത്. ഏതൊക്കെ രാജ്യങ്ങൾ ചേർത്താണ് വിപുലീകരിച്ചിട്ടുള്ളത്? ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE, അതുപോലെ തന്നെ സൗദി അറേബ്യ. ഈ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിക്സ് കൂട്ടായ്മ വിപുലീകരിച്ചു. അപ്പോൾ ആകെ അംഗസംഖ്യ ആരൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, ബ്രസീൽ, പിന്നെ റഷ്യയിൽ വെച്ച് നമ്മളുണ്ട്, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ഇത് നേരത്തെ ഉണ്ടായിരുന്നവർ. ആഡ് ചെയ്തിട്ടുള്ളത് ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE, സൗദി അറേബ്യ. ഇത്രയും രാജ്യങ്ങൾ കൂടി ആഡ് ചെയ്ത് അതിനെ ബ്രിക്സിനെ വിപുലീകരിച്ചു. ഇത്രയും കാര്യങ്ങൾ ബ്രിക്സ് സംബന്ധിച്ച് ഓർമ്മയിൽ എപ്പോഴും വയ്ക്കണം. ഇനി 23ാമത്തെ ഫാക്റ്റാണ്. ഇത് ഒരു കുടുംബശ്രീ മിഷൻ്റെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഫാക്ട് നമ്പർ 23 ഗോത്രവർഗ കുട്ടികളെ, അതാണ് പ്രധാനം, ഗോത്രവർഗ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും വിവിധ മേഖലകളിൽ അവരെ പ്രതിഭകളാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കുടുംബശ്രീ മിഷൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. ഗോത്രവർഗ കുട്ടികളെ
ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും വിവിധ മേഖലകളിൽ പ്രതിഭകളാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മിഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയുടെ പേരെന്ത്? ഇതാണ് ചോദ്യം. സിമ്പിളാണ്, ചോദ്യം സിമ്പിളാണ്. ഉത്തരമെന്താ? കനസ് ജാഗ. നിങ്ങൾ കാണാം, കനസ് ജാഗ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിൻ്റെ ഒരു മലയാളം സ്വപ്നഭൂമി എന്നാണ്. കനസ് ജാഗ സ്വപ്നഭൂമി, കുടുംബശ്രീ മിഷൻ്റെ പദ്ധതി, ഗോത്രവർഗ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി കണക്ട് ചെയ്ത് ചിന്തിച്ചു വയ്ക്കുക. കനസ് ജാഗ സ്വപ്നഭൂമി. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 24. ഇതൊരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ്. ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടി നടന്നത് എവിടെ? ഇതാണ് ചോദ്യം. ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടി, അതിനെ COP16 എന്ന് നമ്മൾ പറയും. അത് നടന്നത് എവിടെ? COP16, ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടി. UN ജൈവ വൈവിധ്യ ഉച്ചകോടി എന്നും പറയാറുണ്ട് അതിനെ. UN ജൈവ വൈവിധ്യ ഉച്ചകോടി. ഇത് നടന്നത് എവിടെ? അതാണ് ചോദ്യം. ഇത് നടന്നത് കൊളംബിയയിലാണ് ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടി ഈ വർഷം സംഘടിപ്പിക്കപ്പെട്ടത്. കൊളംബിയയിൽ, അത് മറക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഫാക്റ്റിലേക്ക്. ഇനി ഫാക്ട് നമ്പർ 25. അതും വളരെ രസകരമായ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജല ബഡ്ജറ്റ് തയ്യാറാക്കപ്പെട്ടു. എന്താണ് ജല ബഡ്ജറ്റ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് ഇവിടെ. വളരെ രസകരമായ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, കൗതുകം ഉണർത്തുന്ന ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് ഇവിടെ. ധർമ്മടം, നമ്മുടെ കേരളത്തിലെ ധർമ്മടം, കണ്ണൂർ ജില്ലയിൽപ്പെട്ട ധർമ്മടത്താണ് ഈ ജല ബഡ്ജറ്റ് ആദ്യമായി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പേരാണ് ഉറവ. ധർമ്മടത്ത് തയ്യാറാക്കിയ ജല ബഡ്ജറ്റിൻ്റെ ആ പദ്ധതിയുടെ പേര് ഉറവ എന്നാണ്. കണക്റ്റഡ് ആയി ചിന്തിക്കുക. ജല ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഉറവ എന്ന് പേര് വന്നത്. അത് തയ്യാറാക്കിയത് ധർമ്മടത്താണ്, കണ്ണൂരാണ്. ഇത്രയും ഫാക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് മനസ്സിൽ വയ്ക്കൂ. ഇനി ഫാക്ട് നമ്പർ 26. ഒരു പുതിയ പ്രസിഡൻറ്റിൻ്റെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്, ഒരു ഫാക്റ്റാണ്. ഫാക്ട് നമ്പർ 26. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ പേരെന്താണ്? ആരാണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റ്? വിയറ്റ്നാം പ്രസിഡൻറ്റ് ആര്? സിമ്പിളായി ചോദിച്ചാൽ അത് രസകരമായ, ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പേരാണ് ലുവോങ് കുവോങ്. ലുവോങ് കുവോങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സ്പെല്ലിങ്ങും ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ലുവോങ് കുവോങ് ആണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിയറ്റ്നാം പ്രസിഡന്റ് ലുവോങ് കുവോങ്. ഇനി ഫാക്ട് നമ്പർ 27. അതും രസകരം തന്നെയാണ്. രസകരമായ മറ്റൊരു ഫാക്റ്റാണ്. ഇപ്പോൾ നമുക്ക് വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് നാട്ടിലൊക്കെ, കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും തെരുവ് നായ ആക്രമണം. അത് വായിക്കാത്ത ഒരു ദിവസം കടന്നു പോകുന്നില്ല. അപ്പോൾ ഈ തെരുവ് നായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? രസകരമല്ലേ? വളരെ ഇമ്പോർട്ടൻ്റും അല്ലേ? അപ്പോൾ തെരുവ് നായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ചെയർമാൻ ആര്? ഇതാണ് ചോദ്യം. ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റിയാണ് ഇതിനു വേണ്ടി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റി ആരാ? ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. അത് ഓർത്തു വയ്ക്കുക. തെരുവ് നായ ആക്രമണത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള കമ്മിറ്റി, ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. ഓക്കെ, ഇനി ഫാക്ട് നമ്പർ 28 ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ ജല അവാർഡ് ലഭിച്ച കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖമായ ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ദേശീയ ജല അവാർഡ് ലഭിച്ച കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? അതാണ് ചോദ്യം. ഏതാ? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ് ദേശീയ ജല അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ വർഷത്തെ. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഓക്കെ, എന്തിനാ ഈ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന് ഈ ജല അവാർഡ് കിട്ടിയത്? അവർ കുറേ പണിയെടുത്തിട്ടാണ്. എന്താണ് അവർ ചെയ്ത പ്രവൃത്തി? കേരള സർക്കാരിൻ്റെ കുറച്ചധികം പദ്ധതികൾ ജലസംരക്ഷണവുമായി, ജലസ്രോതസ്സിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് അവർക്ക് ഈ അവാർഡ് ലഭിക്കാൻ കാരണം. എന്തൊക്കെയാണ് ആ പദ്ധതി? നമുക്കറിയാം, സർക്കാരിൻ്റെ നീരുറവ പദ്ധതി, അതുപോലെ തന്നെ മികവ് എന്ന് പറയുന്ന പദ്ധതി, അതുപോലെ തന്നെ സജലം എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിയൊക്കെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഈ അവാർഡിന് അർഹനാക്ക് പുല്ലമ്പാറ പഞ്ചായത്തിന് ഹേതുവായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 29 ആണ്. ഇത് വളരെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു ഫാക്റ്റാണ്.
ലോകത്തിലെ ഏറ്റവും മലിന നഗരമായി മാറിയ പാകിസ്ഥാൻ്റെ നഗരമേത്? ലോകത്തിലെ ഏറ്റവും വലിയ മലിന നഗരം ആയി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ മാറിയ പാകിസ്ഥാൻ്റെ നഗരമേതാണ്? ലാഹോറാണ്. നമുക്കറിയാവുന്ന ലാഹോറാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലിന നഗരം ആയിട്ട് വന്നിട്ടുള്ളത്, റെക്കോർഡിൽ വന്നിട്ടുള്ളത് ലാഹോർ. അത് ഓർത്ത് വയ്ക്കും. ഈ ലാഹോറിലെ വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് AQI. എന്താണ് AQI? എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നാണ് AQIൻ്റെ ഫുൾ ഫോം. ഇത് വച്ചിട്ടാണ് വായുവിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുക. AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ അത് 394 പോയ വാരം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇത് AQI 100-ന് മുകളിലാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ ഹാനികരം എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വച്ചിട്ട് കണക്കാക്കുക. ഇനി ഈ ആഴ്ചയിലെ 30ാമത് ഫാക്റ്റിലേക്ക്. ഏറ്റവും പ്രധാനമാണ്, എന്നാൽ സിമ്പിളുമാണ്. ഇതും മറ്റൊരു മൊബൈൽ ആപ്പിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. മോട്ടോർ വാഹന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരെന്ത്? ആപ്പിൻ്റെ പേരെന്ത്? മോട്ടോർ വാഹന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? എം പരിവാർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. എം പരിവാർ ആരുടെ ആപ്ലിക്കേഷനാണ്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ. മോട്ടോർ വാഹന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എം പരിവാർ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എം പരിവാർ എന്നാണ് അതിൻ്റെ പേര്. ആ ആപ്ലിക്കേഷനിൽ കയറി നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡാറ്റകൾ നമുക്ക് വെരിഫൈ ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. ഇതാണ് എം പരിവാറിൻ്റെ ഗുണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനുമായി നിങ്ങൾക്ക് ഇൻ്ററാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറണ്ട് അഫേഴ്സിൻ്റെ പുത്തൻ ഫാക്റ്റുകൾ നിങ്ങളെ തേടിയിരിക്കുന്നു എല്ലാ ആഴ്ചയും രാവിലെ 8 മണിക്ക്. ഓക്കെ, ഇന്നത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.